യുവജനതാദൾ എസ് ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി. തുടർന്ന് വിശദീകരണ യോഗവും നടന്നു. കേന്ദ്ര സർക്കാർ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടിനും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ പോരാടുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ചിറ്റൂരിൽ YJDS പ്രതിഷേധ ജ്വാല നടത്തിയത്. യുവജനത സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ് ഉദ്ഘാടനം ചെയ്തു. കോടിക്കണക്കിന് ഏകദേശം 7 കോടിയിൽ പരം ആളുകൾ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾ കേന്ദ്ര സർക്കാരിന്റെ എക്സാമുകൾ എഴുതുന്ന ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ട ആളുകളുടെ മക്കൾ, അവരുടെ അമ്മമാർ, അവരുടെ അച്ഛന്മാർ കാലത്ത് മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ കാശുകൾ ശേഖരിച്ച് നീറ്റ് എക്സാമിൽ ചേരുമ്പോൾ അതിന്റെ കോച്ചിങ്ങിന് മാത്രം ശരാശരി പ്രതിവർഷം 1,30,000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. അങ്ങനെ നിരവധി വർഷങ്ങൾ പാവപ്പെട്ട അമ്മമാർ, അച്ഛന്മാർ സ്വരൂപിച്ച സംഖ്യ വായ്പയെടുത്ത് ഈ നാട്ടിലെ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കുമ്പോൾ ഈ നാട്ടിൽ ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി, വലിയ കോർപ്പറേറ്റുകളുടെ ഒത്താശയോടുകൂടി അതിന് മന്ത്രി തന്നെ മുന്നിട്ട് നിന്ന് ഈ ചോദ്യപേപ്പർ ക്രമക്കേടിന് ഒത്താശയ്ക്ക് കൂട്ടുനിൽക്കുന്നു. അത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനതയോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. കേവലം നമ്മൾ അന്ന് മുതലേ പറഞ്ഞു, ഈ നാട്ടിൽ നിരവധി അഴിമതികൾ നടക്കുന്നു. ഈ നാട്ടിൽ പാവപ്പെട്ട ജനതയ്ക്ക് സൗര്യമായി ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം ഈ നാട്ടിൽ സംജാതമായിരിക്കുന്നു. അതിനൊക്കെ കാവൽക്കാരായി നിൽക്കുന്നത് ഈ കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടമായി മാറുന്നു. YJDS ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണിക്കണ്ടത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാമപ്രസാദ്, പാർത്ഥസാരഥി, ഷിബു, ബൈജു എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.